അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പവിത്രമായ ആരാധന കർമ്മങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിന് വേണ്ടി ബലി കഴിപ്പിക്കുക എന്ന്. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോഴും ചിലരൊക്കെ വച്ചുപുറത്തുന്ന ഒരു ധാരണ, നാട്ടിലെ സമ്പന്നരായ കുറെ ആളുകൾ അവർ കന്നുകളെ വാങ്ങി, ആടുമാടുകളെ വാങ്ങി അവർ നിർവഹിക്കേണ്ട ഒരു ബാധ്യതയാണ് ഉദ്ഹിയ്യത്ത് എന്ന് മനസ്സിലാക്കി വെച്ചവരുണ്ട്. സ്ഥിരമായി ഉദ്ഹിയ്യത്ത് അറുക്കുന്നവർ തന്നെ ആവട്ടെ, ഇത് കേവലം ഒരു മാംസ വിതരണം എന്ന നിലക്ക് കാണുന്നവരും ഉണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പവിത്രമായ പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ്, ഒരു ആരാധനാ കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അമല് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുക. അതേക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറാത്ത് പാലത്തെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാം. ദീർഘമായ ഒരു ഹദീസ്. നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് എന്ന് പറയുന്ന പാലം, ആ പാലത്തെക്കുറിച്ച് അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വാളിനേക്കാൾ മൂർച്ചയുള്ളതും മുടിയേക്കാൾ നേർത്തതുമായ ഒരു പാലമാണ് അത് എന്ന്. ബലഗനി അന്നൽ ജിസ്റ അദഖു മിന ശഅറതി വ അഹദ്ദു മിന സൈഫ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയേറെ നേർത്ത ഒരു പാലം നരകത്തിന്റെ മുകളിലൂടെ അല്ലാഹു തആല സംവിധാനിച്ചു വെക്കും. അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫഅകൂന അവ്വല മൻ യജൂസു മിന റുസുലി ബി ഉമ്മത്തി. സകല സമുദായങ്ങളും നോക്കി നിൽക്കുന്ന നേരത്ത്, അവരുടെ പ്രവാചകന്മാർ നോക്കി നിൽക്കുന്ന നേരത്ത്, ഞാനായിരിക്കും ആദ്യം എന്റെ സമുദായത്തെയും കൊണ്ട് സിറാത്ത് പാലം വിട്ടുകിടക്കുന്നത്. എന്നിട്ട് അതിന്റെ ആ ഒരു പശ്ചാത്തല രൗദ്രത മനസ്സിലാക്കി തരുന്നതിന് തങ്ങൾ പറഞ്ഞു, വലാ യതകല്ലമു യൗമ ഇദിൻ അഹദുൻ ഇല്ലാ റുസുൽ. ഈ നരകത്തിന്റെ പരിസരത്ത് സിറാത്ത് വിട്ടുകിടക്കാൻ നിൽക്കുന്ന നേരം പ്രവാചകന്മാർ പോലും സംസാരിക്കുകയില്ല. ഒരു മനുഷ്യനും ഒരു അക്ഷരം അന്ന് ഉരിയാടുകയില്ല. ആകെ സംസാരിക്കുന്നത് പ്രവാചകന്മാരാണ്. അത് തന്നെ വ കലാമു റുസുലി യൗമ ഇദിൻ അല്ലാഹുമ്മ സല്ലിം സല്ലിം. അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണമേ രക്ഷപ്പെടുത്തണമേ എന്നല്ലാത്തതൊന്നും അവർക്കും പറയാൻ ഉണ്ടാവുകയില്ല. അത്രയേറെ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പരിചയപ്പെടുത്തുന്ന വേളയിൽ ഈ പാലം വിട്ടുകിടക്കുന്ന, ആ പാലത്തിന്റെ പരിസരത്ത് അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന രണ്ടു വിഭാഗത്തെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്ന്, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. വളരെ കൂരിരുൾ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാവുന്നത്. സൂര്യ ചന്ദ്രാദി നക്ഷത്രങ്ങൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. വെളിച്ചം എന്ന് പറയുന്നത് ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും ഇല്ലാത്ത അത്രമേൽ കൂരിരുൾ മുറ്റിയ ഒരു സാഹചര്യത്തിലാണ് അവിടെ അടിമകൾ നിൽക്കുന്നത്. ആ സന്ദർഭത്തിൽ വിശ്വാസികളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്, വിശ്വാസികളും വിശ്വാസിനികളുമായ അടിമകളുടെ അവരുടെ എല്ലാ ഭാഗങ്ങളിലും, അവരുടെ മുൻഭാഗത്തും അവരുടെ വലതുഭാഗത്തുമൊക്കെ പ്രകാശം ഇങ്ങനെ പാറിപ്പറക്കുന്നത് നിങ്ങൾക്ക് കാണാം നബിയെ. മാത്രമല്ല അവരോട് മലക്കുകൾ പറയും, ബുഷ്റാക്കുമുൽ യൗം, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കട്ടെ, സമംഗളം, സന്തോഷം എന്നവർ ആശീർവാദം പറയും. അവർ സിറാത്തിന്റെ മുകളിലൂടെ വിട്ടുകിടക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്നവരാണ്. അവർക്ക് യാത്രാമംഗളം നേരുന്ന ഒരു രംഗം ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. ശേഷം സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് വിട്ടുകടന്ന് പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന അനുഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേ സന്ദർഭത്തിൽ കപടവിശ്വാസികളെ കുറിച്ച് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു. എന്നാൽ കപടവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ മുൻപിൽ നിൽക്കുന്ന, ചുറ്റുഭാഗം പ്രകാശമയത്തോടുകൂടെ നിൽക്കുന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയും, ഉന്ദുറൂന, ഒന്ന് ഞങ്ങളെ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കണമേ, ഞങ്ങളെയും ഒന്ന് പരിഗണിക്കണമേ, ഞങ്ങളെല്ലാവരും ഈ ഇരുളിൽപ്പെട്ട് പ്രയാസപ്പെടുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം, നഖ്തബിസ്മിൻ നൂരിക്കും, കുറച്ച് വെളിച്ചം തരുമോ, നിങ്ങളുടെ പക്കലിലാണല്ലോ പ്രകാശമുള്ളത്, അതുകൊണ്ട് അതിൽ നിന്നൊരല്പം ഞങ്ങളും എടുക്കട്ടെ എന്നവർ ചോദിക്കും. ആ ചോദിക്കുന്ന നേരത്ത് മലക്കുകൾ അവരോട് പറയും, ഇർജിഉ വറാഅക്കും ഫൽതമിസു നൂറ. വിശ്വാസികളുടെ പ്രകാശത്തിൽ നിന്ന് ഇന്ന് കടമെടുക്കാമെന്ന് ആരും കരുതേണ്ടതില്ല, പോകൂ പുറകിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ ആട്ടിയോടിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ സംഭാഷണം മുനാഫിഖീങ്ങളും മുഅ്മിനീങ്ങളും തമ്മിലുള്ള ഈ ഒരു സംഭാഷണ മധ്യേ ഫളുരിബ ബൈനഹും ബിസൂർ എന്ന് പറയുന്നുണ്ട്. അവർക്കിടയിൽ ഒരു മതിൽ അവിടെ ഉയർത്തപ്പെടുകയാണ്. അവർക്കിടയിൽ ഒരു മറ ഉയർത്തപ്പെടുകയാണ്. ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹിർ റഹ്മ. ആ മതിൽക്കെട്ടിന്റെ ഉൾവശത്ത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്.
ഉയർന്നു വന്ന മതിൽക്കെട്ടിന്റെ ഉൾവശത്ത് മുഅ്മിനീങ്ങൾ പെട്ടു. അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ്. വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, എന്നാൽ അതിന്റെ പുറത്തുപെട്ടവരാകട്ടെ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയരാവുകയും ചെയ്യുകയാണ്. ഇത് സ്വറാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. മാത്രമല്ല, പുറകിൽ നിന്നുകൊണ്ട് മുനാഫിഖീങ്ങൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, യുനാദൂനഹും അലം നകും മഅകും, ദുനിയാവിൽ നമ്മൾ അയൽപക്കക്കാരായിരുന്നല്ലോ, നമ്മൾ സുഹൃത്തുക്കളായിരുന്നല്ലോ, നമ്മൾ പല യാത്രകളിലും സഹയാത്രികരായിരുന്നല്ലോ. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വിളിച്ചു പറയുന്ന വാചകമാണ് ഈ പറഞ്ഞത്, അലം നകും മഅകും. ഖാലു, അപ്പോൾ അതിന് മറുപടിയായി വിശ്വാസികൾ ഈ കെട്ടിന്റെ ഉൾഭാഗത്ത് നിന്ന് വിളിച്ചു പറയും, ബല, അതൊക്കെ ശരിയാണ്, വലാകിന്നകും ഫതൻതും അൻഫുസകും, പക്ഷേ നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളെ ഫിത്നയിലാക്കിയല്ലോ, നിങ്ങളെ അനുസരണക്കേട് കാട്ടിയല്ലോ. തറബസ്തും, നബിയെയും വിശ്വാസികളെയും ഒക്കെ വിനാശപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ തക്കം പാർത്തിരുന്നിരുന്നല്ലോ. വർത്തബത്തും, മതത്തിന്റെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സംശയാലുക്കളായിരുന്നല്ലോ നിങ്ങൾ. എന്നിട്ട് ഈ സമയത്ത് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ട് എന്ത് ഉപകാരമുണ്ടാകാനാണ്? ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സവിശേഷമായ ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവനെയും അവന്റെ ദീനിനെയും ഒക്കെ മനസ്സിലാക്കാനുള്ള അവസരം ലഭ്യമാവുകയും അതനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അവൻ നൽകുകയും ഒക്കെ ചെയ്തതിന്റെ ശേഷം അതിൽ നിന്നെല്ലാം പുറം തിരിഞ്ഞു നിന്നിട്ട് ഹൊറസുക്കുമുൽ അമാനി, നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ആ വ്യാമോഹങ്ങളിൽ വഞ്ചിതരായി മരണം വന്നെത്തുന്നത് വരെ നിങ്ങൾ അങ്ങനെ തന്നെ ദുർമാർഗയെ ഗമിച്ചില്ലേ? ഇനി ഇപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം? ഇന്ന് കൈക്കൂലി വാങ്ങുന്ന ദിവസമല്ല, ഇന്ന് മോചനദ്രവ്യം വാങ്ങിയിട്ട് ആരെയും വെറുതെ വിടുന്ന ദിവസമല്ല. മഅ്വാകുമുന്നാർ യ മൗലാകും വബിഅ്സൽ മസീർ, പിന്നീട് അവരുടെ സങ്കേതം നരകമാണ് എന്ന് വിളംബരം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഖുർആൻ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് സ്വറാത്ത് പാലത്തിന്റെ പരിസരത്ത് വെച്ചാണ്. ആളുകൾ എല്ലാവരും ഭയചകിതരായി നിൽക്കുന്ന ആ ഒരു വേളയിൽ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ ആ ഒരു സന്ദർഭത്തിൽ കൂട്ടിപ്പിടിക്കുകയും രക്ഷപ്പെടുത്തുകയും സമാശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം ഹദീസിൽ കാണാം. അനസ് റളിയല്ലാഹു അൻഹു വഅൻ അലിയും റളിയല്ലാഹു അൻഹുമ, രണ്ടുപേരും കൂടെ ചേർന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ഒരു സാഹചര്യത്തിൽ ഇദാ ഹുശ്റൽ മുഅ്മിനൂന മിൻ ഖുബൂരിഹിം, മലക്കുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്ന രംഗം. മുഅ്മിനീങ്ങളായ ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന നേരം അവരെ കുറിച്ച് അല്ലാഹു പറയും, അവരെ നിങ്ങൾ നടത്തിക്കൊണ്ടുവരാൻ പാടില്ല ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക്. അവരൊക്കെ അവരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ യാത്രികരായിട്ടാണ്. യാത്രയ്ക്ക് വേണ്ടി അവർ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ്. അവർ വാപ്പയുടെ മുതുകിലായിരുന്ന ഒരു കാലം, പിന്നീട് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വന്ന കാലം, പ്രസവാനന്തരം ഉമ്മയുടെ മടിത്തട്ട് വാഹനമാക്കി കൊണ്ടു നടന്നിരുന്ന കാലം, പിന്നീട് വാപ്പയുടെ പുറത്തേറി അവർ യാത്രയായിക്കൊണ്ടിരുന്ന കാലം, പിൽക്കാലത്ത് പലതരം വാഹനങ്ങൾ അതാതു കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്തവർ, അവസാനം മരണപ്പെട്ട നേരത്ത് പോലും ഞാൻ അവരെ നടത്തിക്കൊണ്ടുവന്നിട്ടില്ല, അവരുടെ സഹോദരങ്ങളുടെ പുറത്ത് കയറ്റിയിട്ടാണ് ഞാൻ അവരെ ഖബറിലേക്കും കൊണ്ടുവന്നത്. ഇനി ആ മുഅ്മിനീങ്ങളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന നേരം നിങ്ങൾ നടത്തിക്കൊണ്ടുവരരുത്, മഹ്ശറിലേക്ക് അവരെ വാഹനം കയറ്റി കൊണ്ടുവരണം എന്ന് അല്ലാഹു തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ, മുത്തഖീങ്ങളായ ആളുകളെ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരെ വാഹനം കയറിയ അവസ്ഥയിലായിരിക്കുമെന്ന്, വാഹനത്തിലായിരിക്കും അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ സ്വറാത്ത് പാലത്തിന്റെ മുൻപിൽ നിൽക്കുന്ന വേളയിൽ ആ പാലം വിട്ട് കിടക്കാനും അതുപോലെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വേളയിൽ മഹ്ശറിലേക്ക് പോകാനും ഒക്കെ വാഹനം അനിവാര്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ളിമു വഹായാക്കും ഫഇന്നഹ അല സിറാത്തി മതായാക്കും, നിങ്ങളുടെ ബലിമൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. കാരണം അത് കേവലം ഒരു മാംസ വിതരണത്തിന് വേണ്ടി അറക്കപ്പെട്ട ജീവിയല്ല. ഫഇന്നഹ അല സിറാത്തി മതായാക്കും, നാളെ സ്വറാത്ത് പാലത്തിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാനുള്ള വാഹനമാണത്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ പരിഗണിക്കുകയും ഗൗരവമായി കാണുകയും അതിനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞുകൊണ്ടതിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് കേവല മാംസ വിതരണം എന്നതിനപ്പുറം, അതുപോലെ നമ്മുടെ നാട്ടിലെ സമ്പന്നരായ ആളുകൾക്ക് മാത്രം നിർബന്ധമാക്കപ്പെട്ട ഒരു കർമ്മം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. പ്രായപൂർത്തിയും ബുദ്ധിയും സവിശേഷ ബുദ്ധിയും ഒക്കെയുള്ള സ്വതന്ത്രനായ മുസ്ലിമിന് അവർക്ക് ഒരു മൃഗത്തിൽ ഒരു ആടിനെ സ്വന്തമായി അറക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ല മാടിലാണെങ്കിലും ഒട്ടകത്തിലാണെങ്കിലും 7-ൽ 1 ഓഹരി കൂടാനുള്ള സാമ്പത്തിക ശേഷി എങ്കിലും ഉള്ളവൻ, അയാൾ വളരെ കർക്കശ്യത്തോടു കൂടെ കാണേണ്ട ഒരു സുന്നത്തായ അമലാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. ഇന്ന് ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ ഒരു 10,000-ഓ 15,000-ഓ രൂപയ്ക്കുള്ളിലാണ് ഒരു ഓഹരി മാടിൽ നമുക്ക് വരുന്നത് ഏകദേശം. ആ ഒരു സാമ്പത്തിക ഭദ്രത ഉള്ളവർക്കെല്ലാം ഇത് ശക്തമായ സുന്നത്താണ്. അല്ലാതെ നാട്ടിൽ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ബാലൻസ് ഉള്ള ഒരാൾക്ക് മാത്രമല്ല ഈ ഉദ്ഹിയ്യത്ത് കർമ്മം സുന്നത്താകുന്നത്. അങ്ങനെ ധരിച്ചു വശായവരുണ്ടെങ്കിൽ തിരുത്തുന്നതിന് വേണ്ടി പറയുകയാണ്. അല്ലാഹു തആല അവൻ നൽകിയ സമ്പത്തിൽ ഒരു ഓഹരിയെങ്കിലും കൂടാൻ വകയുണ്ടായിട്ടും അതിലേക്ക് കൂടാതിരുന്നാൽ, കേവലം ഒരു
മൃഗത്തിന്റെ വിലയല്ല. ഒരു ഉദ്ഹിയത്തിന്റെ വില എന്ന് പറയുന്നത് നാളെ സ്വറാത്ത് പാലം വിട്ടുകിടക്കാനുള്ള വാഹനത്തിന്റെ വിലയാണ്. കേവലം 10-15,000 രൂപക്കുള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന മഹ്ശറിലേക്ക് ഖബറിൽ നിന്ന് യാത്ര ചെയ്യാനും അവിടെ നിന്ന് സ്വറാത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പോകാനുമുള്ള വാഹനത്തിന്റെ വിലയാണ് ഈ 10,000-15,000 എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി അതിന്റെ ആദരവ് നൽകിക്കൊണ്ടാണ് നമ്മൾ അതിന് അറിവ് നടത്തേണ്ടത്. അല്ലാതെ നാട്ടിലെ സമ്പന്നരായ ആളുകളുടെ ബാധ്യതയല്ല. ഒരു 15,000 രൂപയൊക്കെ കൊടുത്ത് അറക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഇന്ന് കുറവായിരിക്കും. കാലേ കൂട്ടി അതിനു വേണ്ടി ഒരുങ്ങിയാൽ കഴിയുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ഈ ഉളിഹത്ത് കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ചോരാതെ കാര്യം മനസ്സിലാക്കി അമല് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേവല മാംസ വിതരണമല്ല, ഇന്ന് ഒരു 300-400 രൂപ കൊടുത്ത് 1 കിലോ മാംസം വാങ്ങി കഴിക്കാൻ കഴിയാത്ത അതിദരിദ്രരായ ആളുകളുടെ ഇടയിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇത് പവിത്രമായ ഒരു കർമ്മമാണ്. ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ അയ്യാമു തശ്രീഖിന്റെ ആ വേളകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഈ ബലികർമ്മമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കി അമല് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക